പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് മാർച്ച് മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ചയാണ്. ഈ പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ ഈ വചനഭാഗം ശ്രവിക്കുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം അച്ഛൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ വചനഭാഗം മറ്റു മക്കളുമായി ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഇരട്ടി കർത്താവ് അനുഗ്രഹിക്കും. ഈ അനുഗ്രഹ വെള്ളി നമുക്കെല്ലാവർക്കും അറിയാം. മാസത്തിൻ്റെ ആദ്യ വെള്ളി അനുഗ്രഹ വെള്ളി എന്ന് പറയും. ദിവ്യകാരുണ്യ പ്രദർശനവും പ്രത്യേക സൗഖ്യപ്രാർത്ഥനയും പ്രത്യേക ശുശ്രൂഷകളും വിശുദ്ധ ബലിയും എല്ലാം ക്രമപ്പെടുത്തും. അതിലൂടെയെല്ലാം ദൈവം പ്രത്യേകമാമിതം അനുഗ്രഹിക്കുന്ന ഒരു ദിവസം. ഇന്നപ്പോൾ എല്ലാവരും വരണം കേട്ടോ. ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കാം. കൂടാതെ ഇന്ന് പ്രത്യേക നിയോഗം, അല്ലെങ്കിൽ മാർച്ച് മാസത്തെ അനുഗ്രഹ വെള്ളിയുടെ പ്രത്യേക നിയോഗം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയാ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാ. ആ കുട്ടികളൊക്കെ പരീക്ഷ എഴുതും അല്ലേ, പരീക്ഷയൊക്കെ തുടങ്ങി, 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ തുടങ്ങി. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒത്തിരി മാതാപിതാക്കൾ ടെൻഷൻ അടിച്ചിരിക്കുക. ഒരു കാര്യം ഓർത്തോളൂ, അവർ പരീക്ഷയ്ക്ക് സ്കൂളിൽ പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴോ നിങ്ങൾ ഗാകുൽത്താക്കുക. ഇന്നച്ഛൻ പ്രത്യേക ശുശ്രൂഷയൊക്കെ ക്രമപ്പെടുത്തും. നമ്മുടെ മക്കൾ അവിടെ നിന്ന് പഠിക്കട്ടെ, നമ്മുടെ മക്കൾ അവിടെ നിന്ന് പരീക്ഷ എഴുതട്ടെ, ആത്മാവ് നിറഞ്ഞ് പരീക്ഷ എഴുതട്ടെ, അവരെ പരിശുദ്ധാത്മാവ് തന്നെ പരീക്ഷ എഴുതിപ്പിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മറക്കരുത് കേട്ടോ. ഈശോയാണ് എല്ലാം പഠിപ്പിക്കുന്നത്, ഈശോയാണ് എല്ലാം എഴുതിക്കുന്നത്. നമ്മളെത്ര ടെൻഷൻ പിടിച്ച് ഇവിടെ ഇരുന്നാലും നിങ്ങൾ ആകുൽത്താക്കുക. നമുക്ക് ഒരുമിച്ച് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യം അച്ഛൻ പ്രത്യേകം ഓർപ്പിക്കുന്നത്, ഇന്ന് അച്ഛൻ്റെ ജീവിതത്തിൽ ഏറെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. ആ സന്തോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും അച്ഛൻ പ്രത്യേകം ക്ഷണിക്കുക. എന്നാന്നറിയോ, അച്ഛൻ ജനിച്ചിട്ട് 60 വർഷമായി. 60 വർഷക്കാലം കർത്താവ് കാത്തു പരിപാലിച്ച് ചേർത്ത് വെച്ച് ഒത്തിരി സ്നേഹത്തോടെ ദൈവം എന്നെ ഈ നിമിഷം വരെ പരിപാലിച്ചതിനോർത്ത് നിങ്ങളെല്ലാവരും വരണം, നന്ദി പറയാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നത്, എൻ്റെ മാത്രം ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് ഞാൻ പരിമിതിപ്പെടുത്തുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ 1966 ജനിച്ചോ 60 വർഷമായോ അവരൊക്കെ വരണം. എന്നോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് കേക്ക് മുറിച്ച്, ഒരുമിച്ച് നമുക്ക് സന്തോഷിക്കാം. മറക്കരുത്, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും 60 വയസ്സായിട്ടുണ്ടെങ്കിൽ വരണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അനുഗ്രഹത്തെ ദിവസമായി മാറും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥപ്പെടുന്ന മക്കളുണ്ട്. നമ്മുടെ മക്കൾ തന്നെ ഏറ്റവും വലിയ സമ്മാനമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ സമ്മാനങ്ങൾ പ്രതീക്ഷയായി നമ്മുടെയൊക്കെ വലിയൊരു സ്വപ്നമായി നമ്മൾ കാണുമ്പോൾ ആ മക്കളൊക്കെ അങ്ങ് പരീക്ഷ എഴുതുന്ന നിമിഷങ്ങളിൽ ഇവിടെ ഇരുന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ഈ അനുഗ്രഹ വെള്ളി എല്ലാവർക്കും അനുഗ്രഹമായി മാറും. പ്രത്യേകിച്ച് പഠിച്ച് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും അനുഗ്രഹമായി മാറും. ഒപ്പം 60 വയസ്സാകുന്ന എല്ലാവരും, പ്രത്യേകിച്ച് എന്നെയും ഓർക്കുന്ന ദിവസമായി മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കുക. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ഈശ്വരാശീർവാദം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.